ഹലോ. സമയം വെളുപ്പിന് 4 മണിയായിട്ടേ ഉള്ളൂ. നമ്മളിന്നൊരു വ്യത്യസ്തമായ യാത്രാനുഭവമാണ് പങ്കുവെക്കുന്നത്. തിരുവനന്തപുരം RCCയിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. എനിക്ക് സ്കാനിങ് ഉള്ളൊരു ദിവസമാണ്. എൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് ഒരു നോർമൽ സ്കാനിങ് ഡേ ആണ്. സ്കാനിങ് ഉള്ള ദിവസമാണെന്ന് പറഞ്ഞാലും ഇവിടുന്ന് ഒരു 2.5 മണിക്കൂറിന് ദൂരം RCC വരെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ചില ട്രാഫിക്കോ കാര്യങ്ങളൊക്കെ വന്നാൽ കുറച്ചുകൂടെ ലേറ്റ് ആകും. അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ ഇറങ്ങുന്നത്. RCCയുടെ ഒരു പ്രത്യേകത, നമ്മൾ എത്രയും പെട്ടെന്ന് ചെന്ന് നമ്പർ എടുക്കാവോ അത്രയും പെട്ടെന്ന് നമ്പർ എടുക്കുക. എന്നിട്ട് നമുക്ക് അത്രയും പെട്ടെന്ന് നമ്മുടെ സ്കാനിങ് ഒക്കെ കഴിയും. ഇനി കീമോ റേഡിയേഷനൊക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ നേരത്തെ പോവും. 2:30 3 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാറുണ്ട്. തലേ ദിവസമേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചാണ് ആളുകൾ RCCയിൽ എത്തിച്ചേരുന്നത്. ഒരു പ്രതീക്ഷയാണ് RCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇന്നത്തെ യാത്രയെന്ന് പറഞ്ഞാൽ നല്ല പോസിറ്റീവാണ്. എത്ര വയ്യാന്ന് പറഞ്ഞാലും വെളുപ്പിനെ എണീറ്റ് കുളിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ പോവും. പിന്നെ പ്രാർത്ഥനയാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. നമ്മളെ ഇത്രയും പിടിച്ചു നിർത്തുന്നതും പ്രാർത്ഥന തന്നെയാണ്. ദൈവമാണ് നമ്മുടെ ബലമെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു യാത്ര നമ്മൾ എത്ര വയ്യാന്ന് പറഞ്ഞാലും ഞാൻ ഉറങ്ങാറില്ല. ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ഷീണം അവിടെ എത്തുമ്പോൾ. അതുകൊണ്ട് കുറേ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ യാത്ര ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങ് യാത്ര പോവും. ഇപ്പം സമയം ഏകദേശം ഒരു 7 മണിയായി. നമ്മൾ 6:45 പ്രതീക്ഷിച്ചേ. 7 മണി കഴിഞ്ഞു. നമ്മൾ RCC അടുക്കാറായി. ഇപ്പം ഇത് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് എത്തും. ദാണ്ടെ മെഡിക്കൽ കോളേജ് എത്തി. അപ്പം എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുവാണെങ്കിൽ, നമ്മൾ എല്ലാ മനുഷ്യരും ഒരിക്കലെങ്കിലും RCC ഒന്ന് വിസിറ്റ് ചെയ്യണം. അതിപ്പോൾ ഒരു പേഷ്യൻ്റായിട്ടല്ല, മറിച്ച് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ കൂടെ നമുക്ക് അവിടെ പോകാനൊരു അവസരം കിട്ടിയാൽ നമ്മൾ ഒരിക്കലും ആ ഒരു അവസരം പാഴാക്കരുത്. കാരണം ജീവിതത്തിൻ്റെ വ്യത്യസ്തമായൊരു അനുഭവം നമുക്ക് പകർന്നു നൽകുന്ന ഒന്നാണ് RCC എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്തെല്ലാം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരിടമാണ് RCC. ഇവിടെ പല ആളുകളെ പരിചയപ്പെടാൻ പറ്റും. അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ രോഗങ്ങളെ പറ്റി അറിയാൻ പറ്റും. അവരുടെ ട്രീറ്റ്മെൻറ്റ്, അവരുടെ വേദനകൾ, അവരുടെ പ്രയാസങ്ങൾ, അവർ കടന്നു പോകുന്ന ഓരോ കഷ്ടപ്പാടുകൾ, ഇതൊക്കെ കേൾക്കുമ്പം നമ്മുടെ രോഗമൊന്നും ഒന്നുമേ അല്ലാന്ന് തോന്നും. നമ്മുടെ ട്രീറ്റ്മെൻറ്റിനൊന്നും വേദനയേ ഇല്ലാന്ന് തോന്നും. നമുക്ക് എന്തെല്ലാം ദൈവം തന്നിട്ടുണ്ട്, നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടെന്ന് നമുക്കിവിടെ വന്നു കഴിയുമ്പം ശരിക്കും മനസ്സിലാവും. സത്യത്തിൽ ഇത് പറയുമ്പോൾ പോലും എനിക്ക് നല്ലതായിട്ട് എന്താ പറയുക, ഒരു കണ്ണ് നിറയുന്നുണ്ട്. കാരണം അത്രയും അനുഭവം എനിക്ക് കഴിഞ്ഞ 2-3 വർഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചു. എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ പറ്റി എനിക്ക് മനസ്സിലാക്കാനൊരിടമായിട്ട് എനിക്കിവിടെ തോന്നി. അപ്പോൾ ദാണ്ടെ നമ്മൾ RCCയിൽ എത്തിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ടാവും. നമ്മുടെ കാർഡൊക്കെ കാണിക്കണം. പിന്നെ നമ്മുടെ കൂടെ ഒരാളെ മാത്രമേ അലോ ചെയ്യത്തുള്ളൂ. അപ്പം നമ്മളത് സ്കാനിങ്ങിന് വേണ്ടി താഴോട്ട് പോവുകയാണ്. രാവിലെ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, ആളുകൾ വന്നിട്ടില്ല. എന്നാലും 4ാമത്തെ നമ്പറാണ് എനിക്ക് കിട്ടിയത്. അപ്പം തന്നെ അറിയാമല്ലോ എത്ര നേരത്തെ ആളുകൾ വന്നിട്ടുണ്ടാവുമെന്ന്. നമ്മളിങ്ങനെ ഇരുന്നു, സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം കുറച്ച് കഴിയുമ്പോഴല്ലോ ഇവിടെ നിറച്ച ആളുകളാവും. ഇവിടെ നമുക്ക് കാല് കുത്താൻ സ്ഥലം കാണില്ല, അതുപോലെ ആളാവും. കുഞ്ഞു വാവന്മാരൊക്കെ വരും. കുഞ്ഞു വാവന്മാരെന്നൊക്കെ പറയുമ്പോൾ 4-5 മാസമുള്ള വാവന്മാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും അങ്ങ് എന്താ പറയുക, ഒരു വ്യത്യസ്തമായ അനുഭവമാണ്. സാധാരണ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നതിനേക്കാട്ടിലും വ്യത്യസ്തമായ അനുഭവമാണ്. അപ്പം ഇങ്ങനെ സമയം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം മണി 2:30 ഒരു സ്കാനിങ്ങിന് വന്ന് ഞാനിപ്പോൾ 2ാമത്തെ സ്കാനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നേരത്തെ വന്ന ആളുകളൊക്കെ ഏകദേശം ഇപ്പോൾ പോയി. അപ്പോൾ ദാ 5:30 നമ്മൾ RCCയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് എത്തിയതാണ്. 5:30 ആയപ്പോഴാണ് RCCയിൽ നിന്ന് ഇറങ്ങിയത്. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കാഷ്വാലിറ്റിയിലൊന്ന് കയറി കണ്ടു. അപ്പം എന്താ പറയുക, എല്ലാം പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ സ്കാനിങ്ങിനൊക്കെ വരുന്നത്. എനിക്ക് ഇന്നത്തെ ദിവസം സ്കാനിങ്ങിൻ്റെ റിസൾട്ട് ചിലപ്പോൾ നെഗറ്റീവായിരുന്നു. പക്ഷെ അതൊരു പ്രശ്നമേ അല്ല. കാരണം ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ RCCയിലേക്ക് വരുന്നത്. അതുകൊണ്ട് നമുക്കതൊരു പ്രയാസമായിട്ട് തോന്നിയില്ല. ഇതൊക്കെയാണ് RCCയിലെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ദിവസം ഫുള്ള് നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ വരുവാണ്.
മറ്റൊരു കാര്യങ്ങളും അന്നത്തെ ദിവസം ഏൽക്കാൻ പറ്റില്ല. കാരണം ഇവിടുന്ന് എപ്പം തിരിച്ചു പോകാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രാത്രി 11 മണിക്കൊക്കെ വീട്ടിലെത്തിയ അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല മഴയും ഒക്കെ ആയിട്ട്. എന്തായാലും വ്യത്യസ്ത അനുഭവമാണ്. കുഞ്ഞു വാവന്മാരെയൊക്കെ കാണുമ്പോൾ തോന്നും, പാവം കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഈ വേദന സഹിക്കുന്നത്. അവർക്ക് ഈ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ അസുഖം വരാനൊക്കെ അവരെന്ത് ചെയ്തു എന്നൊക്കെ വിചാരിക്കും. ഇനി ഇച്ചിരി യൂത്തായിട്ടുള്ള ആളുകളെ കാണുമ്പോഴോ അവരുടെ വേദന എനിക്ക് ശരിക്കും മനസ്സിലാവും. കാരണം എനിക്ക് 25 വയസ്സിലാണ് ഈ ഒരു അസുഖം വന്നത്. അപ്പം നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ തകർന്നു പോകുന്നൊരവസ്ഥയുണ്ട്. അതാണ് ആ ഒരു പ്രായം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ. നമ്മളൊക്കെ ചിലപ്പം വീട്ടുകാരുടെ പ്രതീക്ഷയൊക്കെ ആയിരിക്കും. അപ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു അസുഖം. ഇനിയും ഇച്ചിരിയും കൂടെ മുതിർന്ന ആളുകളെ കാണുമ്പം വീടിൻ്റെ ഏക ആശ്രയമായിരുന്ന ഗൃഹനാഥനെയൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. അയ്യോ, അവരുടെ കുടുംബം എന്ത് ചെയ്യും, അവരാ വേദന എങ്ങനെ സഹിക്കും. നല്ല പ്രായമായവരെ കണ്ടാലോ, റെസ്റ്റ് എടുക്കേണ്ട പ്രായമാണ്. ആ പ്രായത്തിൽ കീമോയുടെ വേദന എങ്ങനെ സഹിക്കുന്നു. ഇങ്ങനെ കുറേ അനുഭവങ്ങളാണ് കേട്ടോ RCCയിലെ. രാത്രിയിൽ ഇപ്പം ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു. വീട്ടിലെത്തുമ്പോഴത്തേക്കിനും ഒരു 7:30 7:45 ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്രയും ലേറ്റാവും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ RCCയിലെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ജസ്റ്റ് നിങ്ങളോടൊപ്പം എൻ്റെ ഒരു യാത്രാനുഭവം പങ്കുവെച്ചു എന്നുള്ളതേ ഉള്ളൂ. മറ്റെങ്ങും കിട്ടാത്ത അനുഭവങ്ങളാണ് RCCയിൽ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.